നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയം വല്ലാണ്ട് കലഞ്ഞു മറിയുകയാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു പക്ഷത്ത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു വലിയ മുന്നണിയുണ്ട്. ഒട്ടുമിക്ക എല്ലാ പാർട്ടികളും അതിലാണ്. മറുവശത്ത് NDA എന്ന് പറയുന്ന കുറച്ച് പാർട്ടികൾ മാത്രമുള്ളൊരു മുന്നണി. അതിൽ തന്നെ ഏറ്റവും ഒറ്റകക്ഷി BJP തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യ മുന്നണി പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ തുടക്കം കുറിച്ചത് ഈ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലൂടെയാണ്. കാരണം തമിഴ്നാട്ടിൽ TVK വിജയിച്ചതോടുകൂടി DMK മുന്നണി വിടുന്നു. ശേഷം തൊട്ടടുത്തല്ല പിന്നീട് നമ്മൾ തൊട്ടടുത്ത ദിവസങ്ങൾ കണ്ടത് ഈ പറഞ്ഞ പോലെ വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി തോൽക്കുന്നു തൃണമൂൽ കോൺഗ്രസ്. പാർട്ടിയിൽ ഏകദേശം 50ഓളം MLA മാർ, 80-ൽ ഏകദേശം 50ഓളം MLA മാർ മമതാ ബാനർജിയുമായിട്ട് സഭയിൽ ഒറ്റയ്ക്കിരിക്കണം. അവരാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നു. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ യഥാർത്ഥ നേതാവ് ആരാണെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം ഒരു വശത്ത് മമതാ ബാനർജി, മറുവശത്ത് മമതാ ബാനർജി, ഈ രണ്ടുപേരും പറയുന്നത് അവരുടെ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള നിലക്കാണ്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം മമതാ ബാനർജിയുടെ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്നുള്ളത്. പക്ഷേ നല്ലൊരു ശതമാനം MLA മാർ ഇങ്ങോട്ട് മറുകണ്ഠം ചാടിയതോടുകൂടി ഇല്ലാണ്ടായിരിക്കുന്നു. മാത്രമല്ല ഏകദേശം 20ഓളം MP മാരും BJP-യിലോട്ട് ചേരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് ഒരു വശത്ത്. മറുവശത്ത് NCP ശരത് പവാറിനെ ഇതേപോലെ BJP വിഭജിച്ചു എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. അതിൽ MLA-മാർ ഏത് നിമിഷവും മറുകണ്ഠം ചാടും എന്നുള്ളത് അത് ഒരു വശം. ഇനി ഈ പറഞ്ഞ പോലെ മഹാവികാസ് അഘാഡി തന്നെ മറ്റൊരു പ്രമുഖ പാർട്ടിയായിട്ടുള്ള ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, അദ്ദേഹത്തിൻ്റെ ഏകദേശം 9 MP-മാരിൽ ഏകദേശം 6ഓളം MP-മാർ ഇപ്പം തന്നെ മറുകണ്ഠം ചാടി BJP-ആയിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഓപ്പറേഷൻ ടൈഗർ എന്നാണ് അതിന് BJP പേരിട്ടത്. അത് മാത്രമല്ല തൊട്ട് അപ്പുറത്ത് കിടക്കുന്ന മറ്റൊരു സംസ്ഥാനം ഉത്തർപ്രദേശ്, SP സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി, അതിലും തന്നെ അവിടുത്തെ ഒരു മന്ത്രി പറഞ്ഞതും ഒട്ടുമിക്ക MP-മാരും MLA-മാരും അവിടുന്ന് മറുകണ്ഠം ചാടി BJP-യിലോട്ട് വരും എന്നുള്ളതാണ്. അപ്പം ഈ കുതിര കച്ചവടം, രാഷ്ട്രീയത്തിൽ പറയാറുണ്ട് കുതിര കച്ചവടം എന്ന്. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ഇപ്പം ഒരു പാർട്ടിയെ മൊത്തമായിട്ട് വിഴുങ്ങുന്ന ഒരു സമ്പ്രദായമാണ് BJP കാണിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും BJP ഈ പറഞ്ഞ പോലെ ശിവസേന പിളർത്തിയതുപോലെ, NCP-യെ പിളർത്തിയതുപോലെ, ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തിയതുപോലെ ഭാവിയിൽ ഏതൊക്കെ പാർട്ടിയെ എങ്ങനെയൊക്കെ പിളർത്തുന്നുള്ളത് ഊഹിക്കാൻ പോലും പറ്റാത്ത, എനിക്ക് തോന്നുന്നു BJP ഇനി പിളർത്താൻ ബാക്കിയുള്ളത് കോൺഗ്രസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആം ആദ്മിയെ വരെ, കാരണം ആം ആദ്മിയുടെ MP-മാർ വരെ ഈ പറഞ്ഞ പോലെ പഞ്ചാബിൽ നിന്നൊക്കെ നേരെ പോയത് 3ഓളം MP-മാർ പോയത്, രാജ്യസഭ MP-മാർ പോയത് BJP-യിലോട്ടാണ്. എല്ലാ ഭാഗത്തും BJP വരിഞ്ഞു മുറുക്കുന്ന എല്ലാ പാർട്ടികളെയും. എങ്ങനെയാണ് ഇന്ത്യയുടെ അതിവിദൂരമായ രാഷ്ട്രീയ ഭാവിയെ കാണുന്നത്? കോൺഗ്രസ് എക്സെപ്ഷനാണെന്ന് പറയാൻ കാര്യം പറ്റില്ല. കോൺഗ്രസിന് നേതാക്കന്മാർ പോയിട്ടുണ്ട്. ആസാമിൽ ഹേമന്ത് ബിശ്വ പാർട്ടി ഉൾപ്പെടെയാണ് പോയത്. ഹിമന്ത വിശ്വ ശർമ്മ വളരെ ഇതായിട്ടാണ് പോയത്. ഇത് കാലുമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ 1960-കളിൽ തൊട്ട് തുടങ്ങിയ ഒരു പ്രതിഭാസമാണ് കാലുമാറ്റം. കേരളത്തിലുണ്ടായിരുന്നു അത്യാവശ്യം. ഈ 1960-ൽ ഹരിയാനയിലാണ് അറിയപ്പെട്ട രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഏതാനും നാളുകൾക്കുള്ളിൽ ഗയാലാൽ എന്ന് പറഞ്ഞ ആൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചും, അന്ന് കൂറുമാറ്റ നിയമമൊന്നുമില്ല, കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് മറുവശം പുതിയ യുണൈറ്റഡ് ഫ്രണ്ട്, അകാലിദളമൊക്കെ ചേർന്നുള്ള യുണൈറ്റഡ് ഫ്രണ്ട് ചേർന്നു. അപ്പോൾ യുണൈറ്റഡ് ഫ്രണ്ടിൽ ഇവർ ചേർന്ന് കഴിഞ്ഞപ്പം പിന്നെ വീണ്ടും വൈകുന്നേരമായപ്പോൾ പിറ്റേ ദിവസം തിരിച്ച് കോൺഗ്രസിൻ്റെ മുന്നിലേക്ക് പോയി. അപ്പോൾ അവിടെ അന്ന് വന്നപ്പോൾ ഗയാലാലിൻ്റെ പേരിനോടൊപ്പം വന്നാണ് നൗ ആയാറാം, ടുമാറോ ഇറ്റ് വിൽ ബി ഗയാറാം. ഇങ്ങോട്ട് പോകുന്നത് നാളെ തിരിച്ച് അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു രാഷ്ട്രീയം ഇന്ത്യയിൽ വ്യാപകമായിട്ടുണ്ടായി. പക്ഷേ കേരളത്തിൽ ഇതിന് അവസാനിച്ചത് എന്തെല്ലാം പറഞ്ഞാൽ 1967 മുന്നണി രാഷ്ട്രീയം വന്നതോടുകൂടിയാണ്. മുന്നണി രാഷ്ട്രീയം വന്നതോടുകൂടി എന്ത് സംഭവിച്ചു? സോളിഡായിട്ട് എല്ലാ കക്ഷികളും ചേർന്ന് ഭൂരിപക്ഷം ചിലപ്പോൾ കിട്ടാതിരിക്കുക എന്നുള്ള അവസ്ഥ വന്നു. എന്നാൽ പോലും ഇവിടെ ലോനപ്പന്നമ്പാടൻ എന്നൊരു MLA ഉണ്ട്. കരുണാകരനുമായിട്ട് എൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. തൃശ്ശൂർ മത്സരിച്ച ആളാണ്. അപ്പോൾ കരുണാകരൻ തൃശ്ശൂർ ജില്ലയിൽ, അപ്പോൾ കരുണാകരനുമായിട്ടുള്ള ഗുസ്തിയിൽ ഇദ്ദേഹം ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. രാജിക്കത്ത് കൊടുത്ത് ഇടതുപക്ഷം ചേരിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ആ മന്ത്രിസഭ വീഴുന്നു. എന്നിട്ട് ഇത് പറഞ്ഞു, കരുണാകരനൊരു മന്ത്രിസഭ ഉണ്ടാക്കാൻ ഇഷ്ടംപോലെ പേപ്പറുകൾ വേണം, എന്നുവെച്ചാൽ കറൻസിയാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. പേപ്പറുകൾ വേണം, എനിക്ക് ഒരു സിഗരറ്റ് കടലാസിൻ്റെ മറുവശം കൊണ്ട് ഞാൻ കരുണാകരൻ മന്ത്രിസഭയെ വീഴ്ത്തി, ഇതാണ് എൻ്റെ കഴിവെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഈ കാലുമാറ്റത്തെ എതിർക്കാൻ അല്ലെങ്കിൽ കാലുമാറ്റുന്നവരെ നിരുത്സാഹപ്പെടുത്താൻ രാഷ്ട്രീയക്കാർക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇവിടെ തന്നെ കേരളത്തിൽ കോൺഗ്രസ് MLA-മാർ കാലുമാറാൻ സാധ്യതയുണ്ടോ ഇല്ലയോ?
പക്ഷേ ഇവർക്ക് പാർട്ടിയോടല്ല കമ്മിറ്റ്മെൻറ്റ്, കോൺഗ്രസിനോടല്ല ഇവിടെ MLA-മാർക്ക് കമ്മിറ്റ്മെൻറ്റ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. എല്ലാവരും എത്ര മാന്യന്മാരാണെങ്കിലും ഇവർക്ക് കമ്മിറ്റ്മെൻറ്റ് തങ്ങളാക്കി തങ്ങൾക്ക് സീറ്റ് മേടിച്ചു തന്നത് പാർട്ടി കൊടുത്ത സീറ്റ് എന്നുള്ളതല്ല ഇവർ പറയുന്നത്. KC വേണുഗോപാൽ കൊടുത്ത സീറ്റെന്നോ, സതീശൻ കൊടുത്തുന്ന സീറ്റെന്നോ, രമേശ് ചെന്നിത്തല കൊടുത്തുന്ന സീറ്റെന്നോ ഇവർ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ പാർട്ടിയോട് കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത ഇവർക്ക് മറ്റൊരു പാർട്ടി ചേരുന്നതിന് മാനസികമായി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതാണ് നോർത്ത് ഇന്ത്യയിൽ ഏറെക്കുറെയുള്ള പ്രശ്നം. ഗ്രൂപ്പ് മാനേജർമാർ വ്യക്തിപരമായി അവരുടെ കപ്പാസിറ്റി കൊണ്ട് മേടിച്ചു കൊടുക്കുന്നതാണ് ഈ സീറ്റ്. അതിന് ഹൈക്കമാൻഡിൻ്റെ പിന്തുണ ഉണ്ട് എന്ന് വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഏത് പാർട്ടിയിലേക്ക് മാറാം. കിട്ടാത്തവൻ പറഞ്ഞാൽ ഞാൻ അടുത്ത പാർട്ടി പോകുമെന്ന് പറയും. പരസ്യമായിട്ട് പറയില്ല ഞങ്ങൾ BJP-യിലേക്ക് പോകുമെന്ന് പറയാൻ മടിയില്ലാത്ത പല കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. കാരണം ഇങ്ങനെയാണ് ഇവരെല്ലാം നേതൃത്വത്തിൽ വരുന്നത്. എനിക്ക് സീറ്റ് എന്നെ ഒഴിവാക്കാൻ വേണ്ടി വേറെത്തൻ്റെ കാശ് മേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറെത്തൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടവൻ എന്നെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് കോൺഗ്രസിനോട് എനിക്കെന്ത് ബന്ധം, എന്ത് കമ്മിറ്റ്മെൻറ്റ്? അത് അങ്ങനെ വരാതെ നോക്കേണ്ട കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡുമാണ്. പക്ഷേ ഹൈക്കമാൻഡ് നേതാക്കൾ തന്നെ പലപ്പോഴും ഇത്തരം കാര്യത്തിൽ ഇടപെടുക. സംഘടന എന്ന് പറഞ്ഞാൽ എന്താണെന്നും സംഘടനയോട് കൂറുള്ളവരെ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. കേരളത്തിൽ ഈ KSU യൂത്ത് കോൺഗ്രസിൽ കൂടെ അങ്ങനെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന കുറേ നല്ല ആൾക്കാരെ വളർത്തിയെടുത്തിട്ടുണ്ട്, മറ്റ് നേതാക്കന്മാരെ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇവർ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തകർന്നിട്ടും കേരളത്തിൽ കോൺഗ്രസ് നിൽക്കുന്നത്. ഇനി BJP ഇപ്പോൾ എടുത്തിരിക്കുന്ന സമീപനം MLA-മാരെ ഒറ്റയ്ക്ക് കാല് മാറ്റണോ എന്നുള്ള ചോദ്യമുണ്ട്. അതിന് പകരം ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മുൻ പ്രധാനമന്ത്രിയുടെ മറുപടിയാണ്. 40 MP-മാരെ പാർലമെൻറ്റിലുണ്ട് ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് അവിടെ മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ കളിയാക്കി അടുത്ത സുഹൃത്തുക്കൾ ചോദിച്ചപ്പം ഇങ്ങനെ കാല് മാറ്റി മന്ത്രിസഭ ഉണ്ടാക്കുന്നത് ശരിയല്ലേ, മോശമല്ലേ, അത് ജനങ്ങളെ പറ്റിക്കുന്നതിന് തുല്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ജനങ്ങളെ പറ്റിച്ച MP-മാരായ ഇവരെ ഞാൻ പറ്റിക്കുന്നു, എനിക്കതിനകത്ത് ധാർമ്മികമായി യാതൊരു ദോഷവുമില്ല. ആ രീതിയിൽ അപ്പോൾ ഇവിടെ BJP എടുക്കുന്ന നിലപാട് തന്നെ. ഇതിൽ പല MP-മാരും പല ഘട്ടങ്ങളിൽ കാല് മാറാനോ സ്വന്തം നേതാവിനെ കുതികാൽ വെട്ടി മറുവശം ചാടാൻ തയ്യാറായവരാണ്. അപ്പോൾ ഇവരെ പറ്റിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ രണ്ടാമത് ഇപ്പോൾ ഏറ്റവും വലിയ വ്യാപകമായി കാണുന്നത് ഒരു പാർലമെൻറ്റ് അല്ലെ അസംബ്ലിയിലേക്ക് ഭൂരിപക്ഷം വരുന്ന 10, 50 അല്ലെ 10, 30 MLA-മാരെ വില എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വില ആയിരിക്കില്ല. ഒരു 10 കോടി 20 കോടി 25 കോടി തൊട്ട് മുകളിലേക്ക് എത്ര വേണേൽ പോകും. $100 കോടി വെച്ചിട്ടാണ് മഹാരാഷ്ട്ര. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഏറ്റവും കെട്ടുറപ്പുള്ള പാർട്ടി എന്ന് പറയുന്ന അർത്ഥമില്ല. ശിവസേന ഏറ്റവും കെട്ടുറപ്പുള്ള പാർട്ടിയായിരുന്നു അല്ലേ? എന്ത് പറ്റി? ശിവസേന അവിടെ കാല് മാറാൻ പറ്റിയില്ലേ? ഷിൻഡെ വിഭാഗം ഉദ്ധവ് താക്കറെ വിഭാഗമായിട്ട് പല കഷ്ണങ്ങളായി. ഇനി ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാലുമാറ്റക്കാരെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെതിരായി അതാത് പാർട്ടികളിൽ മുറവിളി ഉണ്ടാകും. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് കാലുമാറി വന്ന ഒരാൾക്ക് ഇവിടെ തവണ തന്നെ ഉണ്ടായി ടിക്കറ്റ് കൊടുക്കണോ വേണ്ടയോ. ഇതിനെതിരെ അങ്ങനെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു പ്രീണനത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഇത് വരുമ്പോൾ, കാലുമാറി വരുന്നവരെ പൂവിട്ട് പൂജിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ സാധാരണ പ്രവർത്തകരും സാധാരണ നേതാക്കളും ആ പ്രവണതയ്ക്കെതിരായിട്ട് രംഗത്ത് വരും. അങ്ങനെ മാത്രമേ നിൽക്കാൻ പോകുന്നുള്ളൂ. കേരളത്തിൽ പാർട്ടിയോടല്ല, പാർട്ടിയല്ല, കോൺഗ്രസ് അല്ല ഇവരെ MLA ആക്കിയിരിക്കുന്നത്. ഗ്രൂപ്പ് മാനേജർമാരാണ്, ഗ്രൂപ്പ് നേതാക്കന്മാരാണ്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രഗത്ഭരായ ഒരു ചിലപ്പോൾ കരഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കേണ്ടി വരും. അവിടെയാണ് ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു ആളിൻ്റെ കഴിവുകൊണ്ടാണ് എന്ന് പറയല്ല. ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ജയിപ്പിക്കാൻ കഴിവുള്ളൊരു നേതാവുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് പല സ്റ്റേറ്റിലും ഇല്ല. ഈ BJP-ക്ക് സാധിക്കുന്നതിൻ്റെ കാര്യം അതാത് സംസ്ഥാനങ്ങളിൽ പ്രഗത്ഭരായ കോൺഗ്രസ് നേതാക്കൾ വേണം, അല്ലെ ഏത് കക്ഷിയുടെയെങ്കിലും നേതാവ് വേണം. അപ്പോൾ മമതാ ബാനർജിക്ക് ഇത്തരം പോരാടി നിൽക്കാൻ പറ്റിയതിൻ്റെ കാര്യം അവർക്ക് അവരുടേതായ കഴിവുകൊണ്ടാണ്, നാട്ടിലെ ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ്. മമതാ ബാനർജി ഇപ്പോൾ 4000 EVM കത്തിപ്പോയെന്നാണ് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു ആർക്കും അറിയത്തില്ല. അവരുടെ ആരോപണത്തിന് ഇലക്ഷൻ അട്ടിമറിക്കപ്പെട്ടതാണ് എന്നുള്ള അവരുടെ ആരോപണത്തിന് ക്രെഡിബിലിറ്റി കൂട്ടുന്ന സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കാണാതെ, ഇത് മനസ്സിലാക്കാതെ നമ്മൾ രാഷ്ട്രീയത്തെ വിലയിരുത്താൻ പറ്റില്ല. ഈ BJP ഇപ്പോൾ ചെയ്യുന്ന നാളെ ഒന്നും വേണ്ട. K. സുരേന്ദ്രൻ്റെ പ്രസ്താവന ഓർക്കുന്നുണ്ട്. ഇവിടെ 2021 35 പേരെ കിട്ടിയാൽ ഞങ്ങൾ മന്ത്രിസഭ ഉണ്ടാക്കുന്നതാണ്, ബാക്കി 60 പേരും അല്ല 45 പേരും ഇപ്പുറത്തുള്ള ആര് ജയിച്ചാലും, അത് മുസ്ലിം ലീഗ് ജയിച്ചാലും CPM ജയിച്ചാലും ആര് ജയിച്ചാലും കാലുമാറ്റി അപ്പുറം കൊണ്ടോ. ഇപ്പോൾ CPM-ൻ്റെ എത്ര പേര് ഇപ്പോൾ കാലുമാറി പോകുന്നുണ്ട്. ചിലർ കോൺഗ്രസിലേക്ക് പോകുന്നുണ്ട്, ചിലർ എങ്ങും ചേരാതെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഇത് ഒരു പാർട്ടിയുടെ പിടിച്ചു നിർത്തണമെങ്കിൽ അതിൻ്റെ ഒരു ആശയം, ആദർശം, അതിനു വേണ്ടിയുള്ള തീരുമാനങ്ങൾ നടപ്പാക്കണം. അപ്പോൾ ആ തീരുമാനങ്ങളെ തള്ളി മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. ഇത് നമ്മൾ കണ്ടില്ലേ? ജനങ്ങൾ തന്നെത്താൻ തീരുമാനമെടുക്കും. 77 ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് തീരുമാനമെടുത്ത ജനത്തിൻ്റെ ആ മനസ്സിപ്പോഴും ജനത്തിൻ്റെ മനസ്സിന് മാറ്റം വന്നിട്ടില്ല.
ഒരു പരിധി വിട്ട് ഇത് തീരുമ്പോൾ BJP കൊടുങ്കാറ്റ് പോലെ അടിച്ചു ദൂരങ്ങളായും. BJP കാണിക്കുന്ന പക്ക പോകൃതരാണ്. ഇന്നലെ വരെ ജയിച്ചവനെ ഇന്ന് മന്ത്രിയായിട്ട് മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കുന്ന BJP എന്ത് രാഷ്ട്രീയം, എന്ത് ധാർമ്മികത, എന്ത് സനാതന മൂല്യത്തെക്കുറിച്ചാണ് പറയുന്നത്? എല്ലാ അഴിമതി കേസുകളും എഴുതി തള്ളി പോകുന്ന BJPക്ക് എന്ത് ഇപ്പോൾ ലാവ്ലിൻ കേസ് എന്ന് നോക്കിയോ? ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്ന BJPക്ക് എന്ത് സനാതനധർമ്മം പറയാൻ പറ്റുന്നത്? അതാണോ സനാതനധർമ്മം? അപ്പോൾ ഇവരെല്ലാറ്റിനെയും വിൽക്കുക. തങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി, തങ്ങൾക്ക് ജയിക്കാൻ എന്നുള്ള വാക്കിൽ പോലും അർത്ഥമില്ല, തങ്ങൾക്ക് അധികാരത്തിൽ ഉറപ്പിച്ചിരിക്കാൻ വേണ്ടി എന്തിനെ ഇവർ വിൽക്കും? അതാണ് പ്രസൻറ്റ് പൊളിറ്റിക്സ്. അത് വിൽക്കാൻ പരാജയപ്പെട്ട രാഷ്ട്രീയ കക്ഷികളൊക്കെ മൂലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ തിരിച്ചടി ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ആ തിരിച്ചടി ഇപ്പോൾ കേരളത്തിൽ ഏറെക്കുറെ അതാണ് ഉണ്ടായത്. അതുപോലുള്ള തിരിച്ചടി അഖിലേന്ത്യാ തലത്തിൽ എല്ലാ സംസ്ഥാനത്തും ഉയർന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ വരുമ്പോൾ മാറ്റം ഉണ്ടാകും. അത് കാത്തിരുന്ന് നമുക്ക് കാണാം.